കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കേരള ഹൈക്കോടതിയിലേക്ക് മാറിയത്. കൊൽക്കത്ത ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂർ. എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി വിരമിച്ച ഒഴിവിലേക്കാണ് നിയമനം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിനെ നയിച്ചത് ഇദ്ദേഹമാണ്. 2026 പുതുവത്സരത്തെ ലോകത്തിൽ ആദ്യമായി വരവേറ്റ രാജ്യം കിരിബാത്തി. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലാണ് ഇവിടെ ആദ്യം നേരം പുലർന്നത്. 180 ഡിഗ്രി രേഖാംശ രേഖയെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. ഇത് പസഫിക് സമുദ്രത്തിലൂടെയും ബെറിംഗ് കടലിടുക്കിലൂടെയും കടന്നുപോകുന്നു. അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. ലോകത്തെ മൊത്തം അരി ഉൽപാദനത്തിന്റെ 28%-ലധികവും കയറ്റുമതിയുടെ 40%-ലധികവും ഇന്ത്യയിൽ നിന്നാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്കിലാണ്.